നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ പോകുന്ന അസുഖത്തിൻ്റെ പേരാണ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്. അപ്പം എന്താണ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്? പല പ്രാവശ്യം ആൾക്കാർക്ക് മുട്ടുവേദന, ജോയിൻറ്റ്സ് പെയിൻ എല്ലാം ഉണ്ടാവാറുണ്ട്, അല്ലെ ബാക്ക് ഏക്ക് ഉണ്ടാവാറുണ്ട്. അധികം കോമൺ ആണ്, എസ്പെഷ്യലി വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര കോമണുമായിരിക്കും ബാക്ക് ഏക്കൊക്കെ വരുന്നത്. അവർ പോയി ചെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെസ്റ്റുകളാണ് റുമറ്റോയിഡ് ഫാക്ടർ ചെയ്ത് നോക്കും. റുമറ്റോയിഡ് ഫാക്ടർ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഒരു anti-CCP എന്ന് പറഞ്ഞ റുമറ്റോയിഡ് ഫാക്ടർക്ക് അല്ലാതെ ഒരു വേറെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യും, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പല പ്രാവശ്യം പറയും ഇതെന്തുവാണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പേഷ്യൻറ്റിന് വന്നിട്ട് ജോയിൻസിന് വീക്കമുണ്ട്, ജോയിൻസിന് വേദനയുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനത്തെ ഒരു അസുഖത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്? സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം ഇതൊരു ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ്. പക്ഷേ ഇത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ല. ഇതിനകത്ത് മുഖ്യമായിട്ട് വരുന്നത് ഒരു ഇടുപ്പിന് വേദന, ഒരു ലേഡിക്ക് അല്ലെങ്കിൽ ഒരു ജെൻസിനും പുരുഷനും ആവാം, ഇടുപ്പിന് വേദന വരാം. ഇടുപ്പിന് വേദന ആയിരിക്കും മോസ്റ്റ് ലൈക്ലി വരുന്നത്. വേറെ കൂടാതെ കാലുകളിലെ മുട്ടിനും കണ്ണങ്കാലിനും ഒക്കെയാണ് കൂടുതൽ വേദനയും അല്ലെങ്കിൽ അതിനകത്ത് ഒരു വീക്കം വരുന്നത്. ഇതൊരു ആർത്രൈറ്റിസ് ആണ്. ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്ക് ഏക്ക് മോസ്റ്റ്ലി വരുന്നത് രാവിലെ എണ്ണിക്കുമ്പോൾ ഒരു വേദന, എന്നിട്ട് കുനിയാൻ പറ്റാത്ത ഒരു പിടുത്തം, ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപ്പൂറ്റിക്കൊരു വേദന, അല്ലെങ്കിൽ മുട്ടിന് വേദന. നമ്മൾ അറിയേണ്ടത് ഇത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് അല്ല. നമ്മൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ തേയ്മാനം എന്ന് പറയുന്ന അസുഖം അല്ല ഇത്. തേയ്മാനം എന്ന് പറയുന്നത് ഓവർ ഇയേഴ്സ് ഒരു സന്ധി തേഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ ഒരു നീർക്കെട്ടുണ്ട്. ആൻഡ് ഈ നീർക്കെട്ട് കാരണം ഈ പേഷ്യൻ്റ് രാവിലെ എണീക്കുമ്പോഴാണ് കൂടുതൽ സിംറ്റംസ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു മിഡ് നൈറ്റ്, ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്കിന് ഇടുപ്പിനൊരു വേദന എടുക്കും. രാത്രി ഉറക്കത്തിൽ സൈഡ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, വേദന കൊണ്ട് എണ്ണിച്ചിട്ടാണ് സൈഡ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ചട്ടയ്ക്ക് ഒക്കെ വേദന, ഒരു സൈഡ് മാറി അപ്പുറത്തെ സൈഡിൽ വേദന വരാം. ഈ പേഷ്യൻസിന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് വേദന കൂടുതൽ. പക്ഷേ ഇവർ ഒരിക്കൽ എണ്ണിച്ച് കഴിഞ്ഞ് കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിന് ഈ വേദന അങ്ങ് മാറിക്കിട്ടും. അതാണ് ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ഇതൊരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്, അല്ലാതെ തേയ്മാനം അല്ല എന്ന്. നോർമലി തേയ്മാനത്തിൽ ഇത് ഈ പറയുന്ന വേദനകളൊക്കെ നമ്മൾ എത്ര ജോലി ചെയ്യുന്നു അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇവരുടെ ടെസ്റ്റുകളെല്ലാം മോസ്റ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. റുമറ്റോയിഡ് ഫാക്ടർ, anti-CCP എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഇവർക്കൊരു ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ എൻതിസൈറ്റിസ് എന്ന് പറയും. അത് നമ്മളെ മസിലിൻ്റെ ടെൻഡൻ പോയി ചെന്ന് ബോണിനോട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഏരിയയിൽ അവിടെ വേദനയും വീക്കം കാണും. ഈ പേഷ്യൻസിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ നീർക്കെട്ടിൻ്റെ അവസ്ഥ നമ്മൾ ESRO, CRP ഒക്കെ മോസ്റ്റ്ലി കൂടിയിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഇവർക്കൊരു HLA-B27 എന്ന് പറഞ്ഞൊരു ജനറ്റിക് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കാം, ഇല്ലാത്ത പേഷ്യൻസും ഉണ്ട്. ഈ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് പല ടൈപ്പിലേ ഉണ്ട്. ഞാൻ ചുരുക്കത്തിൽ പറയാം. ചിലപ്പോൾ ഇത് സോറിയാസിസ് ആയിട്ട് ബന്ധപ്പെട്ട് വരാം, ചിലപ്പോൾ നമ്മുടെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അല്ലെങ്കിൽ കുടൽ സംബന്ധ അസുഖം, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊലൈറ്റിസ് ആയിട്ട് ബന്ധപ്പെട്ട് വരാം. ഈ ഒരു അസുഖങ്ങളെ നമ്മൾ അല്ലെങ്കിൽ റിയാക്റ്റീവ്, നേരത്തെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് ആർത്രൈറ്റിസ് വരുന്നത്, ഈ ഒരു ഫുൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഒരു റുമറ്റോളജിസ്റ്റിനെ കാണേണ്ടതാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് ഈ വേദനകളും ഈ കഷ്ടത്തിനും മാറി കിട്ടാം. നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്? നമ്മുടെ ഈ കാണുന്ന നടുവിലെ ഓരോ ബോൺസും ഫ്യൂസായി പോയിട്ട് നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ, നടു ഫിക്സായി പോകുന്നു, ഒരു കൂന് വരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടാകുന്നു, അങ്ങനത്തെ ഡാമേജസ് ഒക്കെ വരാം. ഇതും ഒരു ചെറുപ്രായത്തിൽ വരുന്ന അസുഖമാണ്. 45-ൻ്റെ അടിയിൽ വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ചിലവർ 10-20 വർഷമായിട്ട് ഈ അസുഖം ബാധിച്ചവരാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഡാമേജസ് ഒക്കെ വന്നു കഴിഞ്ഞ് കാണും. ഇതിനും ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്.